അപ്പോൾ എല്ലാവരും ഇന്ന് കാത്തിരുന്ന ഒരു സംഭവമാണ് നമ്മുടെ ബബ്ബബ്ബ എന്ന ചിത്രം. ദിലീപ്, അതുപോലെ വേറെ എന്താ, വിനീത് ശ്രീനിവാസൻ, ഡാൻ ശ്രീനിവാസൻ, സാക്ഷാൽ നമ്മുടെ മലയാള സിനിമയിലെ രാജാവ് മോഹൻലാലും കൂടെ അവതരിപ്പിക്കുന്ന ആ ചിത്രത്തിൻ്റെ ഒരു വീഡിയോ പുറത്തു വരുന്നു എന്നുള്ള ഇന്ന് കേട്ടത്. 6:30 എങ്ങാണ്ടുമായിരുന്നു പറഞ്ഞിരുന്നത്. 6:30 വന്നില്ല. ഏതായാലും 9 മണി കഴിഞ്ഞപ്പം സാധനം വന്നിട്ടുണ്ട്. കിടുക്കൻ ഒരു സാധനമാണ്. പ്രത്യേകിച്ച് ദിലീപിൻ്റെ ബർത്ത്ഡേയും കൂടെയാണ് അത്. ദിലീപിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കരിയറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്താണ് നിൽക്കുന്നത്. അപ്പം ഒത്തിരി ചിത്രങ്ങൾ ഇറങ്ങി അതെല്ലാം മുമ്പേ പരാജയപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ബബ്ബബ്ബ വരുന്നത്. കൂടെ ധ്യാനും നമ്മുടെ വിനീത് ശ്രീനിവാസനും ഒക്കെ കൂടുണ്ട്. പക്ഷേ ഭയങ്കര സപ്പോർട്ടെന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നാണ്. മോഹൻലാൽ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞപ്പം തന്നെ ഇതിൻ്റെ ഹൈപ്പം കൂടി. അപ്പോൾ നമുക്ക് ആ ചെറിയ ഒരു വീഡിയോ ഒന്ന് കാണാം. ഓക്കെ. പലരും പല കാര്യങ്ങളാണ് ഇയാളെ പറ്റി പറയുന്നത്. ഇവനെ തളർത്താൻ എന്താ ഒരു വഴി? തളർത്താൻ പറ്റില്ല. இந்த வாட்டி மிஸ்ஸே ஆகாது. അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ? 40 സെക്കൻഡ് മാത്രം ഉള്ള ഒരു വീഡിയോ ആണ് ഇറങ്ങിയിരിക്കുന്നത്. ഇത് അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ? നമുക്കത് മതി അല്ലേ? ശബ്ദം കൊണ്ട് മായാപ്രപഞ്ചം സൃഷ്ടിക്കാൻ മലയാള സിനിമയിൽ ഒരാൾക്ക് കഴിയുന്നുള്ളൂ. അത് ലാലേട്ടനാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദം കൊണ്ടും രൂപം കൊണ്ടും എല്ലാം നമ്മളെ ആറാടിക്കും അല്ലേ? അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ, ട്രെയിലറും ടീസറും ഒക്കെ വല്ലാത്ത ലെവൽ സാധനങ്ങളായിരിക്കും പുറത്തു വരുന്നത്. ലാലേട്ടൻ്റെ ചിരിയിലൊക്കെ എല്ലാം അടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ, എന്തൊരു വൈബ അല്ലേ? ബബ്ബബ്ബ എന്ന ചിത്രം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് തുടങ്ങിയപ്പം ചെറിയ രീതിയിൽ തുടങ്ങിയ സാധനം ഇപ്പം വലിയ ഹൈപ്പിൽ നിൽക്കുന്നു. എനിക്ക് തോന്നുന്നു ഇനിയും മലയാളത്തിൽ ഇറങ്ങാനുള്ള ചിത്രങ്ങളിൽ വെച്ച് ഏറ്റവും ഹൈപ്പിൽ നിൽക്കുന്ന ഒരു ചിത്രമാണ് ഈ കൊല്ലം. ഒരുപക്ഷെ ദൃശ്യം ഇറങ്ങിയില്ലെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ ഹൈപ്പിൽ, വേറെ ചിത്രങ്ങളൊന്നും ഇറങ്ങാനില്ല, ഏറ്റവും വലിയ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ബബ്ബബ്ബ. അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പം ലാലേട്ടനും ദിലീപും അതുപോലെ ധ്യാനും വിനീതും എല്ലാം കൂടെ ചേരുമ്പോൾ ധനഞ്ജയ ശങ്കർ ആണ് സംവിധാനം, പുതുമുഖ സംവിധാനം. വിനീത് ശ്രീനിവാസൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത വ്യക്തിയാണത്. പുള്ളിയുടെ ആദ്യത്തെ സിനിമയാണ്. പിന്നെ ഗോകുലം മൂവീസിൻ്റെ ചിത്രം. ഇതൊക്കെ ഭയങ്കര സംഭവമാണ് അല്ലേ? കാത്തിരിക്കാം ഇതിൻ്റെ പുതിയ അപ്ഡേറ്റിനുമൊക്കെ വേണ്ടി. ഇപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഈ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ.